എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ നടക്കാനിരിക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായുള്ള സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായുള്ള സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി നേർവഴിയാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായുള്ള സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി. പുകയില വിരുദ്ധ ദിനം എന്നാണ് പുകയില വിരുദ്ധ ദിനം. മെയ് 31 പുകയില വിരുദ്ധ ദിനം. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ലയാണ് കോട്ടയമാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല. കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല. NDPS ആക്ട് നിലവിൽ വന്ന വർഷം? NDPS ആക്ട് നിലവിൽ വന്ന വർഷം 1985. 1985 NDPS ആക്ട് നിലവിൽ വന്നത്. പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്ന കോട്ട്പ ആക്ട്? പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്ന കോട്ട്പ ആക്ട് സെക്ഷൻ 4 പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്ന കോട്ട്പ ആക്ട്. പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിറക്കിയ വർഷം ഏതാണ്? പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിറക്കിയ വർഷം ഏതാണ്? 1999 ജൂലൈ 12. 1999 ജൂലൈ 12 പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിറക്കിയ വർഷം. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സിഗരറ്റ്, മറ്റു പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന കോട്ട്പ ആക്ട്. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സിഗരറ്റ്, മറ്റു പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന കോട്ട്പ ആക്ട് സെക്ഷൻ 6. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സിഗരറ്റ്, മറ്റു പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന കോട്ട്പ ആക്ട്. ലഹരി വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്കായി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. ലഹരി വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്കായി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? യോദ്ധാവാണ് ലഹരി വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്കായി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം 2023 മെയ് 18. 2023 മെയ് 18 കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം. അബ്കാരി ആക്ട് 1077 പാസാക്കിയ വർഷം. അബ്കാരി ആക്ട് 1077 പാസാക്കിയ വർഷം 1902. 1902 അബ്കാരി ആക്ട് 1077 പാസാക്കിയ വർഷം. അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? 72. അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം 72. മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും ലഹരി മരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപം നൽകിയ ബോധവൽക്കരണ പദ്ധതി ഏതാണ്? മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും ലഹരി മരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപം നൽകിയ ബോധവൽക്കരണ പദ്ധതി ഏതാണ്? വിമുക്തിയാണ് മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും ലഹരി മരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപം നൽകിയ ബോധവൽക്കരണ പദ്ധതി. വിമുക്തി പദ്ധതി ആരംഭിച്ച വർഷം? ഏത് വർഷമാണ് വിമുക്തി പദ്ധതി ആരംഭിച്ചത്?
2016. 2016 വിമുക്തി പദ്ധതി ആരംഭിച്ചത്. വിമുക്തി മിഷന്റെ സംസ്ഥാനതല ഗവേണിംഗ് ബോഡി ചെയർമാൻ. വിമുക്തി മിഷന്റെ സംസ്ഥാനതല ഗവേണിംഗ് ബോഡി ചെയർമാൻ മുഖ്യമന്ത്രിയാണ് വിമുക്തി മിഷന്റെ സംസ്ഥാനതല ഗവേണിംഗ് ബോഡി ചെയർമാൻ. വിമുക്തി മിഷൻ എക്സൈസ് വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കി വരുന്ന ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ച നൂതന ആശയം ഏതാണ്? വിമുക്തി മിഷൻ എക്സൈസ് വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കി വരുന്ന ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ച നൂതന ആശയം ഏതാണ്? റൺ എഗെയിൻസ്റ്റ് ഡ്രഗ് ആണ് വിമുക്തി മിഷൻ എക്സൈസ് വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കി വരുന്ന ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ച നൂതന ആശയം. വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ. വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ് വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ 2014 ആരംഭിച്ച പദ്ധതി ഏതാണ്? വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ 2014 ആരംഭിച്ച പദ്ധതി ഏതാണ്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ആണ് വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ 2014 ആരംഭിച്ച പദ്ധതി. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മമ്മൂട്ടിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ മറികടക്കാൻ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ 2015 ആരംഭിച്ച പ്രചരണ പരിപാടി ഏതാണ്? മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ മറികടക്കാൻ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ 2015 ആരംഭിച്ച പ്രചരണ പരിപാടി ഏതാണ്? സുബോധമാണ് മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ മറികടക്കാൻ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ 2015 ആരംഭിച്ച പ്രചരണ പരിപാടി. 1077 അബ്കാരി സെക്ഷൻ 15 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്കാണ് മദ്യം വിൽക്കാൻ പാടില്ലാത്തത്? 1077 അബ്കാരി സെക്ഷൻ 15 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്കാണ് മദ്യം വിൽക്കാൻ പാടില്ല? 23. അബ്കാരി സെക്ഷൻ 15 പ്രകാരം 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടുള്ളതല്ല. ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ച വർഷം. 1985. 1985 ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ച വർഷം. ആൽക്കഹോളിന്റെ ഗാഢത കണ്ടെത്തുന്നതിനുള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ ആണ് ആൽക്കഹോളിന്റെ ഗാഢത കണ്ടെത്തുന്നതിനുള്ള ഉപകരണം. ENA പൂർണ്ണരൂപം എന്താണ്? ENA പൂർണ്ണരൂപം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ് ENA പൂർണ്ണരൂപം. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നതാണ് ബ്ലെൻഡിംഗ് ആണ് ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത്. കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസികൾക്ക് വിദേശമദ്യം മൊത്തവിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസികൾക്ക് വിദേശമദ്യം മൊത്തവിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? FL9 ലൈസൻസ് ആണ് കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസികൾക്ക് വിദേശമദ്യം മൊത്തവിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ്. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധിയാണ് 18 വയസ്സ്. 18 വയസ്സാണ് ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി.
കേരളത്തിൽ ചാരായം നിരോധിച്ച മുഖ്യമന്ത്രി. കേരളത്തിൽ ചാരായം നിരോധിച്ച മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി. എ കെ ആന്റണിയാണ് കേരളത്തിൽ ചാരായം നിരോധിച്ച മുഖ്യമന്ത്രി. കേരളത്തിൽ ഏതു വർഷമാണ് ചാരായം നിർത്തലാക്കിയത്? കേരളത്തിൽ ചാരായം നിർത്തലാക്കിയ വർഷം 1996. 1996 കേരളത്തിൽ ചാരായം നിർത്തലാക്കിയത്. വിമുക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്ന വിദ്യാലയങ്ങളിലെ കൈപ്പുസ്തകം. വിമുക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്ന വിദ്യാലയങ്ങളിലെ കൈപ്പുസ്തകം. ഉണർവ്. ഉണർവാണ് വിമുക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്ന വിദ്യാലയങ്ങളിലെ കൈപ്പുസ്തകം.